ഹലോ ഫ്രണ്ട്സ്, CR മീഡിയയുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന മത്തങ്ങയും പയറും ഉപയോഗിച്ച് എങ്ങനെ ഓലൻ വയ്ക്കാം എന്നുള്ളതാണ്. നമ്മൾ പലരും ഓലൻ കഴിച്ചിട്ടുണ്ട്. കുമ്പളങ്ങ കൊണ്ടും ഓലൻ ഉണ്ടാക്കാം. പക്ഷേ മത്തങ്ങ കൊണ്ടും പയർ കൊണ്ടും എങ്ങനെ ഒരു വ്യത്യസ്ത രീതിയിൽ ഓലൻ ഉണ്ടാക്കാം എന്നാണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ അമർത്തുമ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. അപ്പോൾ നമുക്ക് വേണ്ട ചേരുവകൾ ഇത്രയാണ്. ഇത്രയും ചേരുവ വെച്ചിട്ട് നമുക്ക് ഒരു നാടൻ ഓലൻ എങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിലേക്ക് വേണ്ടത് ഇപ്പോൾ ഈ മത്തൻ്റെ കുറച്ച് ഭാഗമാണ്. കുറച്ച് പയർ, പിന്നെ ചെറുള്ളി, ഒരു മുറി നാളികേരം, പച്ചമുളക്, കറിവേപ്പില. അപ്പോൾ ഈ മത്തൻ്റെ നമ്മളൊരു നാലിലൊരു ഭാഗം എടുക്കുക. നാലിലൊരു ഭാഗം എടുത്തിട്ട് ഒരു 1.5 ഇഞ്ച് വലുപ്പത്തിൽ നമുക്കത് അരിഞ്ഞെടുക്കണം. നാലിലൊരു ഭാഗം ഏതാണ്ട് ഒരു 300 ഗ്രാം ഉണ്ടാവും ഏകദേശം തൂക്കം. അപ്പോൾ അത് നന്നായിട്ട് തോല് കളഞ്ഞ് കഴുകി വെട്ടിയെടുത്തിട്ട് നന്നായിട്ട് എടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് പയർ നമുക്ക് ഏതാണ്ട് ഈ നീളത്തിലെടുക്കണം. ഒരു 1.5 ഇഞ്ച് നീളത്തിൽ ഒരു 6-7 പയറെടുത്താൽ മതിയാവും. പിന്നെ ചെറുള്ളി അത് നമുക്ക് നീളത്തിൽ അരിഞ്ഞെടുക്കണം, വട്ടത്തിലല്ല. പിന്നെ പച്ചമുളക് നടുവേ പിളർന്നിട്ടെടുക്കുക, ഒരു 4 എണ്ണം എടുത്താൽ മതിയാവും. പിന്നെ വേണ്ടത് നമുക്ക് ഒരു മുറി നാളികേരം, അതിൻ്റെ 1/4 പാൽ എടുക്കണം. 1/4 പാൽ എടുത്താൽ മതിയാവും. പിന്നെ നമുക്ക് കറി ലീവ്സും എടുക്കണം. ഈ കറി ലീവ്സും ചേർത്തിട്ട് നമുക്ക് ഒരു നാടൻ ഓലൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇത് ഓർഗാനിക് പച്ചക്കറിയൊക്കെ ആണെങ്കിൽ വളരെ ടേസ്റ്റായിട്ടോ. നിങ്ങളുടെ പച്ചക്കറിയുടെ ഗുണം അനുസരിച്ചിരിക്കും ഈ ഓലൻ്റെ രുചി. ആ വെജിറ്റബിൾ എത്രയും പ്യൂറാണോ അതിനനുസരിച്ച് നമുക്ക് നമ്മുടെ ഓലൻ നന്നാക്കിയെടുക്കാം. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസാണ് നമുക്ക് വേണ്ടത്. മത്തങ്ങ, പയർ, ഓണിയൻ, ഗ്രീൻ ചില്ലി, കോക്കനട്ട് ഓയിൽ, കറി ലീവ്സ്, സോൾട്ട്, ഇത്രയും സാധനം വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊരു വള്ളുവനാടൻ ഓലൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ അത് നമ്മൾ അരിഞ്ഞു വെച്ച് കഴിഞ്ഞു കേട്ടോ. ഇത്രയും സാധനം എടുത്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇത് നമുക്ക് ചേർത്തിട്ട് നമുക്ക് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഓലൻ ഉണ്ടാക്കാം. അപ്പോൾ ഇതിൽ നാളികേരപ്പാൽ നമുക്ക് ഓപ്ഷണലാണ് കേട്ടോ. ചിലവർക്ക് നാളികേരപ്പാലിൻ്റെ രുചി ഇഷ്ടമില്ലാത്തവരുണ്ടാവും. അപ്പോൾ അവരത് ചേർക്കണമെന്നില്ല. പക്ഷേ വള്ളുവനാടൻ ഓലന് ട്രഡീഷണലായിട്ട് നാളികേരപ്പാൽ ചേർക്കാറില്ല. അപ്പോൾ ഇതിൽ നമ്മുടെ ഓലനിൽ നമ്മൾ നാളികേരപ്പാൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതൊരു വ്യത്യസ്ത രുചിയാണ്. അപ്പോൾ നമുക്ക് കുക്കിങ്ങിലേക്ക് കിടന്നാലോ. അപ്പോൾ ഞാനിവിടെ ഒരു 2 ലിറ്റർ വലുപ്പമുള്ള പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ എടുക്കുക. എന്നിട്ട് പാനിൽ ഒന്ന് ചുറ്റിച്ച് കൊടുത്തു. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി, പച്ചമുളകും കൂടെ നമുക്കതിനകത്ത് ഇട്ട് കൊടുക്കണം. ഇപ്പോൾ പാൻ ഏതാണ്ട് ചൂടായിട്ടുണ്ട്. ഇപ്പോൾ ചൂടായി. ഇനി നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. അതൊന്ന് ഉള്ളി അതിൻ്റെ കാരൊന്ന് പോകാൻ വേണ്ടിയിട്ട് മാത്രം ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് മുരിച്ചെടുക്കേണ്ട കാര്യമില്ല കേട്ടോ. അത് ജസ്റ്റ് അതിൻ്റെ പച്ചക്കുത്തൊന്ന് പോകാൻ വേണ്ടിയിട്ട്. ഉള്ളിയുടെ രുചിയല്ല നമുക്ക് വേണ്ടത്. ഉള്ളി നമ്മളൊരു സപ്പോർട്ടിങ് ഇൻഗ്രീഡിയൻസ് ആയിട്ട് ചേർക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഓലനിൽ പ്രധാനമായിട്ട് മത്തൻ്റെയും പയറിൻ്റെയാണ് ടേസ്റ്റ് നിൽക്കേണ്ടത്. അപ്പോൾ നമുക്കിത് ഒരു വഴറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം. ഈ ഉള്ളി മൂക്കരുത്, അത് നിർബന്ധമായിട്ടും ശ്രദ്ധിക്കണേ. ഇനി നമുക്ക് അതേ പാനിൽ തന്നെ നമ്മൾ കഴുകി വെച്ച നമ്മുടെ പയറും മത്തങ്ങയും കൂടെ നമുക്ക് അതിലിട്ടിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ അതിലിട്ടിട്ട് നമുക്ക് പിന്നെ ഒരു 1/2 കപ്പ് വെള്ളം അതിലേക്ക് ഒഴിച്ചിടും. മത്തനിൽ ഓൾറെഡി പയറിൽ കുറച്ച് വെള്ളം കാണും ആ വെജിറ്റബിളിൽ. അപ്പോൾ അതൊരു 1/2 കപ്പ് കൂടണ്ട, അത് മതിയോ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് അത് വേവിച്ചെടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. ശക്കലം ഉപ്പ് കുറയണ്ട. ഇത് തീർത്തും നാച്ചുറൽ ടേസ്റ്റാണ്. അപ്പോൾ നാച്ചുറൽ ടേസ്റ്റിൽ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ ആ തനിത്തത് വരണമെങ്കിൽ ഈ ലെവലിൽ തന്നെ അത് ചെയ്തെടുക്കണം. ഇനി നമുക്കതൊരു 8 മിനിറ്റോളം നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിലേക്ക് കറി ലീവ്സ് നമ്മൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ കറി ലീവ്സ് മുരിക്കൊന്നും ചെയ്യരുത്, എണ്ണയിലിടണ്ട. നമ്മൾ മൂടി വെച്ച് വേവിക്കുക. നമ്മൾ 8 മിനിറ്റ് അങ്ങനെ തിളച്ചാൽ വറ്റി വരുമ്പോൾ ആ നാച്ചുറൽ കളർ നഷ്ടപ്പെടാതെ നമ്മൾ ചെയ്തെടുക്കും. അതിൻ്റെ വേറൊരു കളറോ മഞ്ഞൾപ്പൊടിയോ ഒന്നും ചേർക്കരുത്. കണ്ടോ,
കുറച്ചും കൂടി വേവുണ്ട്. അപ്പോൾ അതൊന്ന് തുറന്ന് വെച്ചത് ഒന്ന് ഡ്രൈ ആവാണ്ട്, അത് വെള്ളം ഒന്ന് വലിഞ്ഞ് വരുമ്പോൾ നമ്മുടെ ഏതാണ്ട് വന്നു. ഇനി നമ്മുടെ ഉള്ളി വഴട്ടിയത് അതിട്ട് കൊടുക്കാം. കണ്ടോ, മുരിയാത്തുള്ളി, ഉള്ളിയുടെ പരുവം നിങ്ങൾ നോക്കണം കേട്ടോ, ഉള്ളിയും പച്ചമുളകും കൂടെ. ഇനി ഇത് നമുക്ക് കുറച്ച് നേരം അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ ഏതാണ്ട് കണ്ടോ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. വെള്ളം പിന്നെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. വെച്ച് വയ്ക്കുമ്പോൾ ഇനി ഒന്ന് കുറച്ച് നേരം വലിയാൻ വേണ്ടി വെച്ചു. ഓക്കെ, ഇപ്പോൾ നമ്മുടെ കളറ് പോയിട്ടില്ല. കളർ നഷ്ടപ്പെടാതെ നമുക്ക് ഇനി അതിലേക്ക് നമ്മൾ നാളികേരത്തിൻ്റെ 1/4 പാലെടുത്ത് അതിലേക്ക് ചേർത്ത് കൊടുക്കും. അപ്പോൾ കുറച്ച് നേരം ഒന്ന് വലിഞ്ഞോട്ടെ. ആ വെള്ളം ഒന്ന് ഡ്രൈ ആയിട്ട് എടുത്തിട്ട് നമുക്ക് നമ്മുടെ 1/4 പാൽ ഒഴിച്ചു കൊടുക്കാം. ഇത് മാത്രമേ ഇതിലേക്കുള്ള ഇതിൻ്റെ അടിഭാഗം ഒഴിക്കരുത്. അപ്പോൾ ഇതിങ്ങനെ തന്നെ ഒരു സിമ്മിലിട്ടിട്ട് നമുക്കൊരു 2 മിനിറ്റ് താഴെ തിളപ്പിച്ചെടുക്കാം. തിളയ്ക്കേണ്ട. ഇനി നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ട കുറച്ച് വെളിച്ചെണ്ണ. ഇത് നാച്ചുറൽ വെളിച്ചെണ്ണ ഒഴിച്ചാൽ അത്രയും രുചിയാണ് കേട്ടോ. ഇത് ആട്ടിയ വെളിച്ചെണ്ണയാണെങ്കിൽ വളരെ നല്ല രുചിയായിരിക്കും. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞൊരു നാച്ചുറൽ ടേസ്റ്റാണ്. നമ്മുടെ വേറൊരു വറവുകളോ വേറെ ചേരുവകളോ ഒന്നും ചേരുന്നില്ല, മഞ്ഞൾ പോലും ഇല്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ വളരെ നാച്ചുറൽ ടേസ്റ്റാണ്. ഇവിടുത്തെ വെള്ളുവനാടിൻ്റെ തനത് രുചിയാണത്. അപ്പോൾ നമുക്കിതൊരു ബബിളിലേക്ക് മാറ്റാം. എന്നിട്ട് ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് പറയാം. അപ്പോൾ നല്ല മണം വരുന്നുണ്ട്. കറിവേപ്പില, മത്തൻ, ഇതൊക്കെ ഒന്നിച്ച് ചേർന്ന് വരുമ്പോൾ എല്ലാത്തിൻ്റെ ഒരു നാച്ചുറൽ ടേസ്റ്റാണ്. നല്ല സ്മെല്ലാണ്. ഇതൊരു നാച്ചുറൽ കറിയാണ്. ഓലൻ വള്ളുവനാടിൻ്റെ ഒരു തനത് കറിയാണത്. അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് പറയാം കേട്ടോ. ഓക്കെ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ മത്തൻ്റെയും പയറിൻ്റെയും ഒക്കെ രുചിയാണ് ഏറ്റവും മേലെ നിൽക്കുക, വേറെ ഒന്നുമില്ല. പിന്നെ നല്ല വെളിച്ചെണ്ണയുടെ സ്മെല്ല്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക വീട്ടിൽ. വീണ്ടും എൻ്റെ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ.